Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 റിസൾട്ട് വന്നതിന് ശേഷം ആർക്കൊക്കെയാണ് ഡബിൾ പാസ്, ആരൊക്കെയാണ് ഓരോ സബ്ജക്റ്റിലും ഫെയിൽ ആയത് എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ സി മാർക്കുമായിട്ട് ഒരിക്കലും നമ്മുടെ റിസൾട്ടിനെ കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. സി മാർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് മെയിൻലി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ മാത്രമാണ്. അല്ലാതെ നമ്മൾ പാസും ഫെയിലും സി വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പാടില്ല. പാസും ഫെയിലും തീരുമാനിക്കുന്നതും അതുപോലെ ഡബിൾ പാസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തിയറി എഴുതി കിട്ടുന്ന മാർക്കിലൂടെ ആയിരിക്കും. അപ്പം ആദ്യം തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്ട്സ് എങ്ങനെയാണ്, ഫെയിലാണോ, പാസ്സാണോ, ഡബിൾ പാസ് ആണോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ സ്കോർ ഞാനിവിടെ 80 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി 24 മാർക്ക് മേടിക്കണം. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സി ആയിട്ട് കമ്പയർ ചെയ്യരുത്. സി മാർക്ക് കൂട്ടാതെ തിയറി TE എന്നെഴുതി അവിടെ 24 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 80 മാർക്കിൻ്റെ പേപ്പർ നിങ്ങൾ പാസ്സാവുള്ളൂ. നെക്സ്റ്റ് ആണ് ഡബിൾ പാസ്. ഈ ഡബിൾ പാസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് 80 മാർക്കിൻ്റെ പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പാസ്സാവാൻ വേണ്ട മാർക്കാണ് 24. സോ പാസ്സാവേണ്ട മാർക്ക് വീണ്ടും ആഡ് ചെയ്ത് മേടിക്കുന്ന കേസാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത്. സോ എന്താണ് 24 + 24 ടോട്ടൽ 48 മാർക്കാണ് 80 മാർക്കിൻ്റെ പേപ്പറിൽ ഡബിൾ പാസ്സാവാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് 80 മാർക്കിന് ചോദിക്കുന്ന പേപ്പേഴ്സാണ് ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഓക്കെ, ഇതിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ബോത്താണ്. അതായത് ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ AFS ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും 80 മാർക്കിന് ഉണ്ടാവുക. AFS ഇല്ലാതെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് 60 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള പേപ്പറാണ് അക്കൗണ്ടൻസി. ഓക്കെ, ഇനി നമുക്ക് 60 മാർക്കിൻ്റെ പേപ്പേഴ്സിൻ്റെ കേസ് നോക്കാം. അപ്പോൾ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 60 ആണ്. 60 മാർക്കിൻ്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന പാസ് മാർക്ക് 18 ആണ്. സോ തിയറിയിൽ 18 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 60 മാർക്കിൻ്റെ പേപ്പർ നമ്മൾ പാസ്സാവുള്ളൂ. അപ്പോൾ ഇവിടെ ഡബിൾ പാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, പാസ്സാവാനുള്ള 18 + 18 ആണ്. സോ 36 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ആയി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ ഫെയിൽ ആയത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തിയറിയിൽ 18ൻ്റെ താഴെയാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഫെയിൽ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ 36 എന്നാണ്. അപ്പോൾ ഈ 36ലെ 20 എന്ന് പറയുന്നത് സി മാർക്ക് ആയിരിക്കും. ബാലൻസ് ഈ 16 പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പാസ്സാവില്ല. ബിക്കോസ് എന്താണ്, 18 മാർക്കിൻ്റെ താഴെയാണ് തിയറി എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും നിങ്ങൾ പാസ്സാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. സോ ഒന്നുകൂടെ റിമൈൻഡർ തരികയാണ്, സി മാർക്കും അതുപോലെ നമ്മുടെ തിയറി മാർക്കും തമ്മിൽ കമ്പയർ ചെയ്യരുത്. തിയറി മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡബിൾ പാസ് ആണോ, ഫെയിൽ ആണോ, പാസ് ആണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 60 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പേപ്പേഴ്സാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്സ്, ജേർണലിസം ആൻഡ് സോഷ്യോളജി. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് പെർസെൻറ്റേജ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.